മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ കബീർ എന്ന വ്യക്തി ഭാര്യയുമായി പിരിഞ്ഞ് 2 മക്കളുമായി ജീവിക്കുകയായിരുന്നു. അതിൽ മൂത്ത കുട്ടിക്ക് 21 വയസ്സായിരുന്നു. സുബീറ ഫർഹസ് എന്നാണ് പേര്. അവൾ ഡെന്റൽ ക്ലിനിക്കിൽ ഹെൽപ്പറായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നും രാവിലെ അവൾ ക്ലിനിക്കിലേക്ക് പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ അവൾ ഉപ്പയോട് യാത്ര പറഞ്ഞ് ഇറങ്ങി അവളെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ഒരുപാട് തിരച്ചിലിനൊടുവിൽ ആ പിതാവ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയാണ്. പോലീസ് അന്വേഷിച്ചപ്പോഴാണ് കേരളത്തെ ഞെട്ടിച്ച ആ ഒരു അരും കൊല ലോകം അറിയുന്നത്. ഈ ഒരു കേസ് ചുരുളഴിഞ്ഞത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ആ ഒരു ക്ലിനിക്കിലാണ് പോലീസ് അന്വേഷണം ചെയ്യുന്നത്. ആ ഒരു ദിവസം അവൾ ജോലിക്ക് ചെന്നിരുന്നു. ഇനി അവിടെ വെച്ച് എന്തെങ്കിലും അപായം സംഭവിച്ചാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആദ്യം അവിടെ ചെന്നത്. പക്ഷെ അവിടുത്തെ CCTV ആ ഒരു ഫുട്ടേജിലൊന്നും അവൾ അന്നേ ദിവസം അവൾ ചെന്നിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായി. പിന്നീട് പോലീസ് എന്താണെന്ന് ചോദിച്ചാൽ മൊബൈൽ ആസ്പദമാക്കിയാണ് പിന്നീട് അവർ പ്രവർത്തിച്ചത്. അവർ സൈബർ സെല്ലിൽ അന്വേഷിക്കുന്നത് കൂടി അവൾ ലാസ്റ്റ് വിളിച്ചതും അവൾക്ക് വന്ന കോളുകളും അവൾ വിളിച്ച കോളുകളും തന്നെ പരിശോധിച്ചു. പക്ഷെ അതിലൊന്നും സംശയാസ്പദമായിട്ടൊന്നും തന്നെ ഇല്ല. അതോടുകൂടി അവളുടെ പിതാവിനോട് ചോദിച്ചു എങ്ങനെയാണ് അവൾ സാധാരണ ക്ലിനിക്കിലേക്ക് പോകാറുള്ളതെന്ന്. അപ്പോൾ പിതാവ് പറഞ്ഞു സാധാരണ എല്ലാവരും പോകുന്ന പോലെ സ്ട്രേറ്റ് റോഡ് കൂടിയല്ല പോകാറുള്ളത്. പെട്ടെന്ന് തന്നെ ഒരു ഷോർട്ട് കട്ട് വീട്ടിൻ്റെ ബാക്കിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അതിലൂടെയാണ് പോകാറുള്ളത്. 3-4 വീട് കഴിഞ്ഞാണ് ആ ഒരു റോഡ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ക്ലിനിക്കിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയാണ് അവൾ പോകാറുള്ളത്. അപ്പോൾ അതുവഴിയായി പിന്നെ പോലീസിൻ്റെ അന്വേഷണം. പോലീസ് അന്വേഷിച്ചപ്പോഴാണ് 2 വീടുകളിൽ CC ക്യാമറ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഒരു ക്യാമറ അവളുടെ വീട് കഴിഞ്ഞ സമയവും മറ്റേത് കുറച്ച് ദൂരെയുമാണ്. അപ്പോൾ ക്യാമറ പരിശോധിച്ചപ്പോൾ ഫസ്റ്റ് വീട്ടിലുള്ള ആ ഒരു ക്യാമറയിൽ ഇവർ നടന്നു പോകുന്ന ഒരു ഫുട്ടേജ് ഉണ്ട്. എന്നാൽ അടുത്ത ക്യാമറയിൽ അവളില്ല. അപ്പോൾ ഈ ഒരു 2 വീടിൻ്റെ ഉൾഭാഗത്താണ് ഈ ഒരു സംഭവം അവൾ മിസ്സിങ് ആയിട്ടുള്ളതെന്നുള്ളത് മനസ്സിലായി. അവിടെ ഫോൺ ട്രേസ് ചെയ്തപ്പോൾ അതും അവിടെ വെച്ചിട്ടാണ് നിലച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി. അതോടുകൂടി ആ ഏരിയ വെച്ചിട്ടായി പിന്നെ പോലീസിൻ്റെ അന്വേഷണം. അങ്ങനെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ അവർ അന്വേഷിക്കുമ്പോഴാണ് മറ്റൊരു ഫോണിൻ്റെ സാന്നിധ്യം അവരവിടെ കണ്ടത്. അപ്പോൾ അത് അന്വേഷിച്ചപ്പോഴാണ് അൻവർ എന്ന വ്യക്തിയുടേതാണെന്ന് മനസ്സിലായത്. അത് ട്രേസ് ചെയ്തിട്ട് പോയപ്പോഴാണ് അയാളുടെ ബന്ധുവിൻ്റെ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്നും മിക്ക സമയത്തും അയാൾ അവിടെ ഉണ്ടാവാറുണ്ടെന്നും JCB വെച്ചിട്ട് ആ ഒരു നിരപ്പാക്കാറുണ്ടെന്നും കുണ്ടുകുഴിയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അത് നിരപ്പാക്കാറുണ്ടെന്നുള്ള വിവരം ലഭിച്ചത്. അപ്പോൾ ആ ഏരിയയിലുള്ള ജനങ്ങളോട് ചോദിച്ചപ്പോൾ ഈ ഒരു അൻവറിന് അവർക്ക് എല്ലാവർക്കും ഒരു ചെറിയ സംശയമുള്ളതായിട്ട് പോലീസിന് വിവരം ലഭിച്ചു. അതേ തുടർന്ന് അയാളിലായി പിന്നെ അന്വേഷണം. പോലീസല്ലേ അയാളെ പിടിച്ച് നന്നായി ഒന്ന് കുറഞ്ഞപ്പോഴാണ് ഈ ഒരു ഭീകരമായ ഒരു കൊലയുടെ ചുരുളഴിയുന്നത്. പോലീസ് അയാളോട് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും ഭാഗം ഭൂമി, അതായത് മറ്റേ ക്യാമറയിൽ അവൾ പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭൂമിയിൽ അവൾ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ JCB വെച്ച് നോക്കാൻ പോവുകയാണ്, മൊത്തത്തിൽ കുഴിച്ച് നോക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് സംഭവങ്ങൾ തുറന്ന് പറയുന്നത്. ഈ ഒരു പെൺകുട്ടിയെ അവന് ഇഷ്ടമായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിക്ക് ഇവനെ ഇഷ്ടമല്ലായിരുന്നു. ഇവൻ പല രീതിയിൽ അവളെ പാട്ടിലാക്കാൻ നോക്കിയെങ്കിലും അവൾ അതിലൊന്നും വീണിട്ടില്ല. അവളുടെ വീട്ടിലേക്ക് ഇവൻ ചെല്ലാറുണ്ടായിരുന്നു. അവളുടെ അച്ഛനോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവൻ്റെ സിഗ്നൽ കണ്ട പാടെ ഇവൾ നേരെ വീട്ടിൻ്റെ അകത്ത് കയറി ഡോർ അടയ്ക്കാറാണ് പതിവ്. അങ്ങനെ അവൻ പോയി കഴിഞ്ഞാലാണ് ഈ ഒരു പെൺകുട്ടി പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവന് മനസ്സിലായി ഇനി ഇവിടെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഒരു തരത്തിൽ സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് ഇവന് ബോധ്യമായപ്പോൾ ഇവൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഇവള് ജോലിക്ക് പോണ ആ ടൈമിൽ ഒളിഞ്ഞു നിൽക്കുക. ഉണ്ടായിരുന്ന അവളുടെ കഴുത്തിലുണ്ടായിരുന്നൊരു 3 പവൻ്റെ മാലയായിരുന്നു. അതെങ്ങനെയും കൈക്കലാക്കണം, എന്നിട്ട് എൻ്റെ കടങ്ങളെല്ലാം വീട്ടണം എന്നായിരുന്നു. അങ്ങനെ ഇവൾ വരുന്ന സ്ഥലത്ത് ഇവൻ കാത്തിരുന്നു. അതിനുശേഷം ഇവളടുത്ത് എത്തിയപ്പോൾ ഇവൻ ചെന്നിട്ട് പറഞ്ഞു, സുബീറ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതേസമയം ആ പെൺകുട്ടി എനിക്ക് ഒന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൾ നടക്കുകയാണുണ്ടായിരുന്നു. അതോടുകൂടി ഇവ ഓടി വന്ന് ഒപ്പം പൊത്തിപ്പിടിച്ചപ്പോൾ ശ്വാസം കിട്ടാതെ അവൾ പഠിച്ചു. അതൊന്നും അവനൊന്നും വിഷയമായിരുന്നില്ല. ശ്വാസം നിലയ്ക്കുന്നത് വരെ അവൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു. അവൾ കുഴഞ്ഞു വീണപ്പോൾ വലിച്ചഴച്ച് അവളെ കൊണ്ടുപോയി. ആ ഒരു ടൈമിലാണ് അവളുടെ മൊബൈൽ ഫോൺ അടിച്ചത്. ഫോൺ അയാളെടുത്ത് അവളുടെ കുഴൽ കിണറിലേക്ക് എറിഞ്ഞതിന് ശേഷം അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല കൊന്നതിന് ശേഷം ചാക്കിൽ കെട്ടി കുഴിച്ചു മൂടുകയായിരുന്നു.
അറിയാത്ത പോലെ അവൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും സുബീറിയെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഇവന് തരികയായിരുന്നു. എവിടെയാണെന്ന് ഒന്നും അറിയാത്ത പോലെ എല്ലാ കാര്യത്തിലും ഇവനും ഇടപെട്ട് ആ വീട്ടുകാരെ കൂടെ തന്നെ ഇവന് നിന്നു. എല്ലാ കാര്യത്തിലും ഇവളെ അന്വേഷിക്കാനും എല്ലാം ആർക്കും തന്നെ ഇവനെ ഒരു സംശയം തോന്നിയിരുന്നില്ല. ഇനി ഈ കേസ് എന്താവുമെന്ന് നമുക്കൊന്ന് കാത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.